മലയാളം, തമിഴ്, കന്നഡ, തെലുഗു എന്നീ ഭാഷകളിലെ 1.25 ലക്ഷത്തോളം പദങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു നിഘണ്ടു യാഥാർത്ഥ്യമാക്കിയ ഒരാളുണ്ട് കണ്ണൂർ തലശ്ശേരിയിൽ. 2.5 പതിറ്റാണ്ട് നീണ്ട വിസ്മയിപ്പിക്കുന്ന അധ്വാനമാണ് ഈ നിഘണ്ടുവിൻ്റെ മൂലധനം. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഞാറ്റിയാല ശ്രീധരനാണ് ഈ കഥയിലെ നായകൻ. എന്നോടൊപ്പം നിൽക്കുന്ന ഞാറ്റിയാല ശ്രീധരേട്ടൻ്റെ ജീവിതം വിസ്മയകരമായൊരു പാഠപുസ്തകമാണ്. വയസ്സ് 86, വിദ്യാഭ്യാസം 4ാം ക്ലാസ്. പക്ഷേ 25 വർഷം നീണ്ട അധ്വാനത്തിലൂടെ ഒരു ചതുർഭാഷ നിഘണ്ടുവാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു പദാവലി പരിചയപ്പെടുത്തുന്ന ഈ നിഘണ്ടു പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബിരുദങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ പേരില്ല. ജീവിതാനുഭവങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും കരുത്തു മാത്രം. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ ഞാറ്റിയാല ശ്രീധരന് 4ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ ബീഡി കമ്പനിയിലെ ജോലിക്കാരനായി. വായനയുടെ വിശാല ലോകത്തിലേക്ക് പിന്നീട് ചുവടുവെച്ചു. ഇതിനിടെ 7ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതി ലാസ്റ്റ് ഗ്രേഡിൽ താൽക്കാലിക ജീവനക്കാരനായി. കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം പോയി താമസിച്ചും യാത്ര ചെയ്തും ഭാഷകൾ പഠിച്ചു. ഈ ഭാഷകൾ തമ്മിലുള്ള താരതമ്യ പഠനത്തിന്, സാധാരണക്കാർക്ക് കൂടി താരതമ്യ പഠനത്തിന് ഉപകരിക്കുന്ന ഒരു കൃതി മലയാളത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇല്ല എന്ന് തോന്നിയപ്പോഴാണ് എനിക്കിങ്ങനെയൊന്നും ചെയ്യണമെന്ന് തോന്നിയത്. ദ്രാവിഡ ഭാഷകളിലെ പദങ്ങളുടെ താരതമ്യ പഠനം സ്വപ്നം കണ്ടു. നിഘണ്ടുവിനായി ജീവിതം സമർപ്പിച്ചു. 2.5 പതിറ്റാണ്ടു നീണ്ട കഠിനാധ്വാനത്തിലൂടെ അക്ഷരമല കയറി. എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയാം, പഴയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി കെ കുഞ്ഞിരാമ മാസ്റ്റർ. കഥയും കവിതയും എഴുതാൻ പലർക്കും കഴിയും. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഭാഷയ്ക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യുമ്പോഴാണ് മനുഷ്യൻ്റെ നമ്മുടെ വ്യക്തിത്വം വികസിച്ച് വരിക. അതിനുവേണ്ടി നീ ശ്രമിക്കണമെന്നൊരു വാക്കെന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ ഇപ്പോൾ അന്നും ഇന്നും ഉണ്ടായി. പല പ്രസാധകരും വിദ്യാഭ്യാസ യോഗ്യതയിൽ ഉടക്കി. പക്ഷേ ഒടുവിൽ അവഗണന വഴിമാറി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ചതുർദ്രാവിഡ ഭാഷാ നിഘണ്ടു ഒടുവിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിനാണ് ഞാനിത് കൊടുത്തത്. ഞാൻ അവിടെ ചെന്നു. അതിൻ്റെ മുതലാളി, പേരൊന്നും ഞാൻ പറയുന്നില്ല, സംസാരിച്ചു. അതിനോട് ചോദിച്ചു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നത്? ഞാൻ പറഞ്ഞു 4ാം ക്ലാസ്സാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല, എൻ്റെ സാധനം നോക്കണ്ടേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു, ഞങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്ന്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പിറവിയെടുത്ത അതേ മണ്ണിൽ മറ്റൊരു ചരിത്ര നിയോഗം. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.